ഹലോ ഫ്രണ്ട്സ്, ഇവർ വിവാഹിതരായാൽ എന്ന സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ ഭവാനിയുടെ അടുത്ത് കമാൽ ഒരു കത്തൊക്കെ കൊടുക്കുകയാണല്ലോ. ആ കത്തും വാങ്ങി നേരെ വീട്ടിലേക്ക് കയറി വരുമ്പോഴാണ് മുന്നിൽ മാധവൻ നിൽക്കുന്നത് കാണുക കേട്ടോ. ഭവാനി ആകെ പേടിച്ച് പോവുകയാണ്. മാധവൻ ചോദിക്കുകയാണ്, എന്താ ഭവാനി ഇവിടെ? അല്ല അത് അപ്പോൾ മാധവൻ തന്നെ പറയുന്നുണ്ട്, അമ്മ പറഞ്ഞു പുറത്തെന്തോ ഒരു ശബ്ദം കേട്ടു എന്ന്. അത് കേട്ടിട്ടാണ് ഞാനിങ്ങോട്ട് ഇറങ്ങിയത്. നീ എന്തിനാ ഈ രാത്രി പുറത്തിറങ്ങിയത്? അല്ല ഞാനും പുറത്തെന്തോ ഒരു ശബ്ദം കേട്ടെ, അതുകൊണ്ടാണ്. ആഹാ, അപ്പോൾ കയ്യിലെന്താ ഒരു പോസ്റ്റ് കവർ പോലെ? ഞാൻ ശബ്ദം കേട്ട് പുറത്തിറങ്ങിയപ്പോഴേ പോസ്റ്റ് ബോക്സിൽ കിടപ്പുണ്ടായിരുന്നു ഇത്. എനിക്കുള്ളതാണ്, 2 ദിവസമായി വന്ന് കിടന്നിട്ട്. പിന്നെ ഞാൻ അതും കൂടി ഇങ്ങ് എടുത്തു. ശരി, എന്നാൽ ഞാൻ പോക്കോട്ടെ. ശരി, എന്നാൽ നീ ചെല്ലെന്ന് പറയാം. എന്നാലും നമ്മുടെ മാധവൻ എന്തോ ഒരു സംശയം മനസ്സിൽ തട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഭവാനി പേടിച്ച് വരണ്ട് അകത്തേക്ക് കയറി പോയിട്ടുമുണ്ട്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും ഭൂമിയുടെ കോഫി ഷോപ്പിൽ ഭൂമി ചായയൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർക്കും. അന്നേരം ലക്ഷ്മി പറയാണ്, മോളെ 2 ദിവസത്തിന് മുമ്പേ ഞാൻ ഉറങ്ങിയിട്ടില്ല കേട്ടോ രാത്രി. എന്താ മോള് അവിടെ ഒറ്റയ്ക്കല്ലായിരുന്നോ? പിന്നെ എനിക്കിവിടെ ഇങ്ങനെ ഉറക്കം വരാനാ? ഭയങ്കര ടെൻഷനായിരുന്നു. പോയ കാര്യം എന്തായി? എന്താവാൻ, നല്ലൊരു വക്കീലിനെ എന്തായാലും ഏർപ്പെടുത്തിയാലേ പറ്റുള്ളൂ എന്ന് പറയണം കേട്ടോ. അത് ശരി, എന്തായാലും ഞാൻ ഈ കോഫി എല്ലാവർക്കും ഒന്ന് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ഭൂമി എന്താ ചെയ്യുക, പോലീസ് സ്റ്റേഷനിനകത്തേക്കുള്ള കോഫി എല്ലാം കൊണ്ട് കൊടുക്കാൻ കേട്ടോ ഓരോരുത്തർക്കും. പതിവ് പോലെ തന്നെ ഓരോരുത്തരുടെ മക്കളുടെയും ഒക്കെ വിശേഷങ്ങൾ അന്വേഷിച്ചിട്ട് അവസാനം CI സാറിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്, അജയൻ്റെ അടുത്തേക്ക്. അജയന് ചായ കൊടുക്കും. അജയൻ പറയുന്നുണ്ട് ഇരിക്കാൻ. ആദ്യം വേണ്ടാന്ന് പറയുന്നെങ്കിലും അജയ് പറയാണ്, ഒരു ചായക്കടക്കാരി എന്നുള്ള നിലയിലല്ല, ഒരു പരാതിക്കാരി എന്നുള്ള നിലയിൽ ഭൂമി അവിടെ ഇരുന്നോ. അങ്ങനെ ഭൂമി അവിടെ ഇരിക്കുകയാണ് കേട്ടോ. 2 ദിവസം കണ്ടില്ലല്ലോ, എങ്ങോട്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്താ സാറേ എന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ എന്നെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുത്താൽ എങ്ങനെ സാർ കാണും? അയ്യോ അത് വലിയ കഷ്ടമാണല്ലോ. അങ്ങനെ ചെറിയ കൊച്ചു കൊച്ചു തമാശകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് രസിച്ചിരിക്കുകയാണ് കേട്ടോ അവർ. അപ്പം ഇതിനിടയ്ക്ക് അജയ് ചോദിക്കുകയാണ്, അമ്മയെ കാണാനായിട്ട് പോകുന്നില്ലെന്ന് സബ് ജയിലിൽ? പോവുകയാണെങ്കിൽ എന്നോട് പറയണം, ഞാൻ അവിടെ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്ത് തന്നേക്കാം. അമ്മയ്ക്ക് വേണ്ടുന്ന ഡ്രസ്സൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിക്കുക. കൊണ്ടുപോകാം, പക്ഷേ അവിടെ പരിശോധന ഉണ്ടാവും, അത് കഴിഞ്ഞായിരിക്കും കൊടുക്കുക. പിന്നെ കേസിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയ്ക്ക് ഭൂമിയോട് ചോദിക്കുന്നുണ്ട്, നീ അച്ഛൻ എഴുതിയ എന്തൊരു കത്ത് നിൻ്റെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ? അത് ഭൂമി എൻ്റെ കയ്യിൽ തന്നില്ലല്ലോ, എന്തേ അത്? അത് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് സാറേ, ഞാൻ അത് വെച്ച് ഒരു പദ്ധതി പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്താണത്? അത് വേറൊന്നുമില്ല, ഞാനും എൻ്റെ 1-2 ഫ്രണ്ട്സുമായിട്ട് ചെയ്യുന്ന കാര്യമാണ്. കാരണം എൻ്റെ അച്ഛനെ കൊന്നത് ആരാന്നുള്ള കൊലപാതകയെ എനിക്ക് കണ്ടുപിടിച്ചല്ലേ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ചെറിയൊരു നാടക രൂപത്തിൽ, ചെറിയൊരു കഥാരൂപത്തിലാണ് ഞങ്ങളത് കണ്ടുപിടിക്കുന്നതെന്ന് പറയാം. എന്നിട്ട് അല്ല, ഞാനും എൻ്റെ 1-2 ഫ്രണ്ട്സും കൂടെ ചേർന്ന് ഗ്രൂപ്പായിട്ടാണ് നമ്മൾ അതിന് ഈ കത്ത് വലിയൊരു തെളിവാണ്, അതുകൊണ്ടാണ് അത് ഞാൻ കയ്യിൽ വെച്ചേക്കുന്നത് എന്ന് ഭൂമി സത്യസന്ധമായിട്ട് പറയാം കേട്ടോ. അജയ് പറഞ്ഞോണ്ട്, അത് ശരി, അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് പോലീസിൽ ഫോഴ്സ് എന്തെങ്കിലും നിനക്ക് വിട്ടു തരണോ? വേണ്ട സാർ, അതൊന്നും വേണ്ട. ഷാഡോ പോലീസിനെ വല്ലതും വിട്ടു തരണോ? അതൊന്നും വേണ്ട, ഞങ്ങൾ തന്നെ ചെയ്തോളാന്ന് പറയാം. ഉടനെ അജയന് ദേഷ്യം വന്നു, എണിക്കടോ അങ്ങോട്ട്, എണിക്കാനാ തന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞ് മേശയിൽ ഒരു അടിയും കൊടുത്തിട്ട് ചാടി എണിക്കാട്ടോ. ഭൂമി ആകെ പേടിച്ച് പറിച്ചു പോയി. ഒരു അന്വേഷകൻ വന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ പോലീസും പട്ടാളം ഒന്നും വേണ്ടല്ലോ, തന്നെത്താൻ അന്വേഷിക്കണമെങ്കിൽ പിന്നെ ഇതിനെ ഇവിടെ പരാതി കൊണ്ട് തന്നത്? എന്ത് കാര്യമായിട്ട് പറയുന്നു. എന്നാൽ പിന്നെ തന്നെ അങ്ങ് അന്വേഷിച്ചാൽ പോരായിരുന്നോ? ഇവിടെ എന്തിനാ ഇതിൻ്റെയൊക്കെ ആവശ്യം? ഞങ്ങളെ ഒരുമാതിരി ആടിനെ പട്ടിയാക്കുന്നത് പോലെ എന്നും പറഞ്ഞുകൊണ്ട് അജയൻ ദേഷ്യം വന്നോട്ടോ. അജയൻ്റെ ഈഗോ അങ്ങോട്ട് വർക്കൗട്ട് ആയതിലാണ് ഭൂമി ആകെ വരണ്ടു പോയി. അപ്പോൾ ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഭൂമി പുറത്തേക്ക് ഇറങ്ങാട്ടോ. അപ്പം ഇതേ സമയത്ത് കോഫി ഷോപ്പിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ ശിവനും വിജയനും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ശിവനും ദാസനും, അതാണ് അവരുടെ പേര്. ശിവനും ദാസനും അവിടെ ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്, ചായ കുടിക്കാനായിട്ട്. അന്നേരം അവിടെ ചെന്നിട്ട് ഭൂമി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതെ നിങ്ങൾ അന്വേഷിച്ച് ഒരാളിവിടെ വരും. ആരാ? അത് വേറൊന്നുമല്ല, ഞാൻ എൻ്റെ സാറിനെ കാണാൻ പോയ സമയത്തും എൻ്റെ അച്ഛൻ എനിക്ക് തന്ന ആ കത്ത് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അല്ല അതിനകത്ത് എന്താ ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടും അതിന് വേണ്ടിയിട്ടും ആയിരിക്കും ഒരാളെന്നെ പിന്തുടർന്നു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ആ കത്തിൻ്റെ ഒരു പകർപ്പെടുത്തു. എന്നിട്ട് അതിന് പകരമായിട്ട് ഒരെണ്ണം ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ എഴുതിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ അച്ഛന് ഒരു ആപത്ത് വരാൻ പോവുകയാണ്, അച്ഛന് ആരോ കൊലപാതകം നടക്കാൻ പോവുകയാണ്. അതാരാന്നൊന്നും കത്തിലില്ലായിരുന്നു, പക്ഷെ ഞാൻ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള കത്ത് ഞാൻ എഴുതി എൻ്റെ മകളുടെ 2 ഫ്രണ്ട്സായ ഈ 2 പേർക്ക്
അവരുടെ കയ്യിൽ ആ കത്ത് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് അച്യുതൻ എഴുതുന്നത് പോലെ വേറൊരു കത്ത് ഭൂമി ഉണ്ടാക്കി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇയാളെ എടുത്തുകൊണ്ട് പോയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ കത്ത് യഥാർത്ഥത്തിലുള്ള കൊലപാതകി ആരാണെന്ന് എഴുതിയ കത്ത് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് എടുത്തുകൊണ്ട് പോയ ആൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ആൾ ഒരു പക്ഷേ നിങ്ങളെ അന്വേഷിച്ച് ഇവിടെ വരാം എന്നും പറഞ്ഞിട്ടാണ് ഈ ഭൂമി അങ്ങോട്ട് പോകുന്നത് കേട്ടോ. എന്നിട്ട് ഇവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും കൊടുത്തിട്ടുണ്ട്. അയാൾ ഒരു പക്ഷേ വന്നാൽ നിങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യണം എന്നൊക്കെ. അങ്ങനെ ഈ ശിവനും ദാസനും ഭൂമിയും കൂടെ ചേർന്ന് ഒരു പ്ലാൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് കണ്ടുപിടിക്കാനായിട്ട്. ചായ സ്റ്റേഷനിൽ കൊടുത്തിട്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് ഒരാൾ അവിടെ നിന്ന് പലതവണ കറങ്ങി കറങ്ങി നിൽക്കുന്നത് കണ്ടു നമ്മുടെ ഭൂമിക്ക് ചെറിയൊരു സംശയം വന്നു. എന്നിട്ട് ഇവിടെ ദാസനോട് വന്ന് പറയാണ്, അതെ നമ്മൾ ഉദ്ദേശിച്ച ആളാണെന്ന് തോന്നുന്നു, അവിടെ വന്നിട്ടുണ്ട്, ഒരു പക്ഷേ നിങ്ങൾ അന്വേഷിച്ച് വരാം, വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ, വേണ്ടുന്ന പോലെ ഡീൽ ചെയ്തോളണം. ഭൂമി പറഞ്ഞതുപോലെ തന്നെ അയാൾ നേരെ കോഫി ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട്. വന്നിട്ട് ചോദിക്കാണ്, ഇത് ഭൂമി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കടയല്ലേ? അപ്പോൾ ഭൂമി പറയുന്നുണ്ട്, അതെ, ആ കുട്ടി ഇവിടെ ഉണ്ടോ? ഇല്ല, ഇവിടെ ഇല്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ ലക്ഷ്മി അന്തം വിട്ട് നോക്കുകയാണ്. ഭൂമിയാണെന്ന് ഭൂമി പറയുന്നേ ഇല്ല. ഈ ഭൂമിയുടെ ഫ്രണ്ട്സായിട്ടുള്ള 2 പേരുണ്ടല്ലോ, എനിക്ക് അവരെ വേണം കാണാൻ. ഞാനേ ഒരു ഫിലിം ഡയറക്ടറാണ്. അപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ 2 ചെറുപ്പക്കാർ ചെറിയ സിനിമയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി നടക്കുന്നവരല്ലേ, എനിക്ക് അവരുടെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ആണോ? അതെ, അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് കാണണമായിരുന്നു. അതിനെന്താ, അവർ ദേ അവിടെ ഇരിപ്പുണ്ട് സാറേ എന്ന് പറയാം കേട്ടോ. അങ്ങനെ അയാൾ നേരെ അങ്ങോട്ട് ചെല്ലാണ് കേട്ടോ, നമ്മുടെ ദാസൻ്റെയും ശിവൻ്റെയും അടുത്തേക്കും. അവിടെ ചെല്ലുമ്പോൾ തന്നെ പരിചയപ്പെടുന്നുണ്ട്, നിങ്ങൾ ദാസനും ശിവനും അല്ലേ? അതെ, നിങ്ങളോട് എനിക്ക് രഹസ്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടേ മാറ്റി നിർത്തി സംസാരിക്കുകയാണ്. അപ്പം അവരോട് ചോദിക്കുന്നുണ്ട്, അതെ അച്യുതൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു കത്ത് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു? അവരപ്പോൾ ഉണ്ടാകുന്നു പറയാം കേട്ടോ. അതെ ഉണ്ടായിരുന്നു. അല്ല, അതിലെ ഉള്ളടക്കം എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? അറിയാം, ഞങ്ങളത് വായിച്ചതാ. അത് ഭൂമിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ അച്യുതൻ എഴുതി നിങ്ങളെ ഏൽപ്പിച്ചത്? അതെ, പക്ഷേ ഞങ്ങളത് ഭൂമിയുടെ കയ്യിൽ കൊടുത്തിട്ടില്ല. ഞങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു കത്തുണ്ടെന്ന് ഭൂമിക്ക് അറിയാം, ഞങ്ങൾ ഇതുവരെയും കൊടുത്തിട്ടില്ല. അതെന്താ നിങ്ങൾ കൊടുക്കാത്തത്? അത് വേറൊന്നുമല്ല, അത് വെച്ച് ബാർഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാർഗെയിനിങ്ങോ? അതെ, ഒരു ഡീൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് അങ്ങനെയാണെങ്കിൽ ഇതേ ഈ കൊലപാതകി ആരാന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. അപ്പോൾ ഇത് വെച്ചൊരു കളി കളിക്കാനാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഞങ്ങൾക്ക് കുറച്ച് കാശിൻ്റെയൊക്കെ ആവശ്യമുണ്ട് എന്ന് ഇവരും അങ്ങോട്ട് തട്ടി വിടുകയാണ് കേട്ടോ. അപ്പോൾ ഇയാൾ പറയാണ്, നിങ്ങൾ ആ കത്ത് എനിക്ക് തരാമോ? അയ്യോ, അതൊന്നും പറ്റത്തില്ല, ഞങ്ങൾക്ക് ഇത് വിറ്റ് കുറച്ച് കാശുണ്ടാക്കണം. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ എനിക്ക് തരാമെങ്കിൽ ഞാൻ കാശ് തരാം. ഒരു ഡീല് നമുക്കങ്ങ് ഉറപ്പിച്ചുകൂടെ? ആ കത്തിങ്ങി തന്നുകൂടെ എന്നൊക്കെ ചോദിക്കാട്ടോ. അപ്പോൾ ഇവർ അവസാനം ശരി എന്നാൽ തരാം, എത്ര തരും കാശ്? അത് ഞാൻ ഇതിൻ്റെ മെയിൻ ഒരാളുണ്ട്, ആ ആളുമായിട്ടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറയാട്ടോ. കമാല് പറഞ്ഞു വിട്ട ആളാണ് ഇയാൾ. കമാലിന് നേരിട്ട് ഇങ്ങോട്ട് വരാൻ വയ്യ, അതുകൊണ്ട് ഇയാളെ പറഞ്ഞു വിട്ടത്. അങ്ങനെ ഇയാൾ കമാലുമായിട്ട് സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവരോട് പറയുന്നുണ്ട്, അതെ സമയവും സന്ദർഭമൊക്കെ വിളിച്ച് ഞാൻ പറയാം, ആ സമയത്ത് നിങ്ങൾ കത്തുമായി വന്നാൽ മതി, നമുക്ക് ഡീൽ ഉറപ്പിക്കാം എന്നും പറഞ്ഞിട്ട് അയാളുടെ ഈ ദാസൻ്റെയും ശിവൻ്റെയും ഫോൺ നമ്പരൊക്കെ വാങ്ങി പോവാണ്. പോയി കഴിഞ്ഞ് തിരിച്ച് ഇവർ നേരെ ഭൂമിയുടെ അടുത്തേക്ക് വരുവാണ്. എന്നിട്ട് ഭൂമിയോട് നടന്ന സംഭവങ്ങളെല്ലാം പറയാം കേട്ടോ. അപ്പോൾ ഭൂമി പറയുന്നുണ്ട്, കണ്ടോ, അപ്പോൾ ഇതിൽ വേറെ ഒരാൾ ഒളിഞ്ഞിരിപ്പുണ്ട്, അച്ഛൻ്റെ കൊലപാതകയെ ഇതുവഴി നമുക്ക് കണ്ടുപിടിക്കാം. പിന്നെ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. അതെ ഇത് അപ്പോൾ ദാസനും ശിവനും കൂടെ പരസ്പരം പറയാം, എടാ ഇത് തന്നെയല്ലേ നമ്മൾ എഴുതിയ കഥ? അതെ, ഇങ്ങനെ തന്നെ ഈ കഥ അങ്ങ് മുന്നോട്ട് പോട്ടെ അല്ലേ, അങ്ങനെ തന്നെ പോട്ടെ. അങ്ങനെ ഭയങ്കര വാശിയിലാട്ടോ നമ്മളെ ഭൂമി, കണ്ടുപിടിച്ചേ അടങ്ങുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട്. അത് കഴിഞ്ഞ് വീട്ടിലെ സംഗീതയ്ക്കാണെങ്കിൽ ഒരു വല്ലാത്ത മനപ്രയാസം. മാധവൻ അടുത്ത് നിന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് നീ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സംഗീത? വേറൊന്നുമല്ല, എനിക്ക് ആലോചിക്കാൻ എൻ്റെ മക്കളും ഭർത്താവും തന്നെയല്ലേ ഉള്ളൂ. ഇപ്പം ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ അജയനെക്കുറിച്ച്. അവന് ഇഷ്ടമില്ലാത്തൊരു വിവാഹം അവൻ്റെ തലയിൽ കെട്ടി വെക്കുവാണോ എന്നൊരു സംശയം. അതെന്താ നീ അങ്ങനെ പറയുന്നത്? അല്ല, അവൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടി പോയില്ലേ, അതും ഓർത്ത് ജീവിതകാലം മുഴുവൻ അവൻ സങ്കടപ്പെട്ട് കഴിയണമെന്നാണ് നീ പറയുന്നത്? അഞ്ജനായിട്ടുള്ള വിവാഹത്തിന് ഒരു കുഴപ്പമില്ല. ഇപ്പം തന്നെ നിനക്ക് കിട്ടിയ അതേ ഷെയർ തന്നെയാണ് അന്ന് സാഗറിനും കൊടുത്തത്. അത് വെച്ച് അവരൊരു ബിസിനസ് തുടങ്ങി, ബിസിനസ് ഇങ്ങനെയൊക്കെ ആയി. പക്ഷേ നിൻ്റെ ഏട്ടൻ സത്യൻ, അയാൾക്കൊന്ന് കണ്ണടയ്ക്കാമായിരുന്നു. അയാൾ കാരണമാണ് ഭവാനിക്ക് ഇന്ന് ഈ നില വന്നത്, ഒന്നുമില്ലാണ്ടായത്. അറിയാലോ. എന്തിനാ ഏട്ടാ എൻ്റെ സത്യൻ ചേട്ടനെ കുറ്റം പറയുന്നത്? സത്യൻ ചേട്ടൻ ചെയ്ത തെറ്റാണെന്നാണോ പറയുന്നത്? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. എത്രയോ പോലീസുകാർ ചില കാര്യങ്ങൾക്ക് മുന്നിൽ കണ്ണടയ്ക്കുന്നു, അതുപോലെ ഒന്ന് കണ്ണടച്ച് കൊടുക്കാമായിരുന്നില്ലേ? അതുകൊണ്ടാണ് ഇന്ന് സ്വന്തം ഭാര്യയും മകളെയൊക്കെ അന്വേഷിച്ച് നടക്കേണ്ട ഗതി വന്നത് എന്ന് സത്യനെ കുറ്റപ്പെടുത്തി മാധവൻ പറയാട്ടോ. അപ്പോൾ സംഗീത പറഞ്ഞത്, ദേ ഏട്ടനെ കുറ്റം പറഞ്ഞ് കേട്ടുകൊണ്ടിരിക്കാൻ എനിക്ക് കഴിയില്ല, അപ്പം മേലിൽ ഇത് പറയരുത്. അതൊക്കെ പോട്ടെ, എന്തായാലും അഞ്ജന നല്ല കുട്ടിയാണ്. അഞ്ജനയും
അജയും തമ്മിലുള്ള വിവാഹം നടക്കണം, അതാണ് എൻ്റെ ആവശ്യം. എന്നാലേ ഇവിടെ ഭവാനിക്കും ഒരു വിലയും നിലയൊക്കെ ഉണ്ടാവുള്ളൂ, അവൾക്കും വേറെ ആരും ഇല്ലല്ലോ എന്നിങ്ങനെ പറയാട്ടോ. അന്ന് രാത്രി ഭവാനി വീണ്ടും കമാലുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. കമാല് പറയാം, ഞാൻ എൻ്റെ ഒരാളിനെ ഞാൻ കോഫി ഷോപ്പിലേക്ക് പറഞ്ഞയച്ചിരുന്നു. അവിടെ ചെന്ന ദാസനെയും ശിവനെയും എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. കത്തിൻ്റെ കാര്യങ്ങൾ ഒരു ഡീലിങ്സിലാണ്. അത് ശരി, ആ കത്തിലെ ആരാണ് ഇതിൻ്റെ കൊലപാതകി എന്നുള്ള വ്യക്തമായിട്ട് നമ്മുടെ അച്യുതൻ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അവരത് ഭൂമിയെ ഇതുവരെ ഏൽപ്പിച്ചിട്ടില്ല. അതുമാത്രമല്ല, ഇവർ കുറച്ച് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇവർ അത് വെച്ച് കളിക്കാനാണ് നോക്കുന്നത്. കാരണം കൊലപാതകി ആരാണ്, കുറ്റം ചെയ്തവർക്ക് അത് ഈ കത്ത് വേണം എന്നൊരു ആവശ്യം വരുമല്ലോ. അങ്ങനെയാണെങ്കിൽ അവർക്ക് കാശ് വെച്ച് ഡീൽ ചെയ്യാമല്ലോ, വില പേശാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനും പറഞ്ഞു, മാഡമായിട്ട് ആലോചിച്ചിട്ട് തീരുമാനിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ എത്ര കാശ് വേണമെങ്കിലും അവർക്ക് കൊടുക്കാം, ആ കത്തിങ്ങ് തിരിച്ചു തരാൻ പറഞ്ഞേക്കും. അത് ഞങ്ങൾ പറഞ്ഞു. പക്ഷേ അത് ഇന്നൊരു സ്ഥലത്ത് വെച്ചിട്ട് വരാൻ അവരോട് പറയണം. ഫോൺ നമ്പറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, വരും. അങ്ങനെയാണെങ്കിൽ മാഡവും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടാവണം. ഞാനെന്തിനാണ് നിങ്ങളുടെ കൂടെ വരുന്നത്? അതല്ല, ഡീൽ ഉറപ്പിക്കുമ്പം എല്ലാവരും വേണമല്ലോ. പക്ഷേ മാഡത്തിന് അവർ കാണുമൊന്നുമില്ല, പേടിക്കേണ്ട കാര്യമില്ല. കാണാതെ തന്നെ ഞാൻ നോക്കിക്കോളാം. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. എത്രയും വേഗം ആ കത്ത് നമ്മുടെ കയ്യിലേക്ക് എത്തണം എന്നവർ പ്ലാൻ ചെയ്യാട്ടോ. അന്ന് രാത്രി ജോലിയെല്ലാം കഴിഞ്ഞ് ഭൂമി നേരെ വീട്ടിലേക്ക് ചെല്ലണം. അപ്പോൾ വീട്ടിനകത്തൊക്കെ കയറി ലൈറ്റ് ഇടുമ്പോൾ ഭൂമി അന്തം വിട്ട് പേടിച്ച് പോവാണ്. കാരണം അച്ഛൻ്റെ ഫോട്ടോയുടെ മുന്നിൽ ഒരു കത്ത്, അതും വെള്ള പേപ്പറിൽ ചുവന്ന അക്ഷരം വെച്ചിട്ട് അതിലെഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അച്ഛൻ്റെ അടുത്തേക്ക് നിന്നെ 10 മിനിറ്റിനുള്ളിൽ പറഞ്ഞു വിടും, നിനക്കും പോകാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ആരോ തൊട്ടടുത്തുണ്ട്. 10 മിനിറ്റിനകം തൻ്റെ മരണം ഉറപ്പാണെന്ന് മനസ്സിലാക്കാട്ടോ. ഭൂമി ആകെ പേടിച്ച് വിറയ്ക്കുകയാണ്. എല്ലാ മുറികളിലും കയറി പതിയെ ഇറങ്ങാണ് കേട്ടോ. എന്നിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോവുക. എന്നാൽ ഇരുട്ടത്ത് തപ്പി മുറിയിലേക്ക് കയറി അലമാര തുറന്ന് അതിനകത്തുനിന്ന് ഒരു തീപ്പെട്ടി കൊളുത്തുകയാണ് കേട്ടോ. ആ വെട്ടത്ത് ഭൂമി ഇങ്ങനെ പതിയെ തിരിഞ്ഞിങ്ങനെ നോക്കുന്നത്, ഫ്രണ്ടിൽ മുഖം മൂടി ധരിച്ച ഒരാൾ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഭൂമി പേടിച്ച് പറിച്ചു പോവാണ് ആ രാത്രി കേട്ടോ. അതാണല്ലേ എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്